PMC വലിയ വിവാദമായി മാറിയല്ലോ. അവിടെ മന്ത്രി ശിവൻകുട്ടി CPI അറിയാതെ ഒപ്പിട്ടതാണ് വലിയ വിവാദത്തിന് വഴിവെച്ചത്. ഇപ്പോൾ PMCക്ക് പിന്നാലെ ലേബർ കോഡിലും ഇടതുമുന്നണിയിൽ വിവാദം. കരട് വിജ്ഞാപനത്തിൽ കടുത്ത അതൃപ്തിയിലാണ് തൊഴിലാളി സംഘടനകൾ. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. തൊഴിൽ കോഡുകൾ ചർച്ച ചെയ്യാൻ മന്ത്രി V ശിവൻകുട്ടി വിളിച്ചു ചേർത്ത ട്രേഡ് യൂണിയനുകളുടെ യോഗം ഇന്ന് ചേരും. ഓൺലൈനായിട്ടാണ് യോഗം. കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ നീക്കം. TV പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, നേരത്തെ PMCയിൽ CPI മന്ത്രിമാരറിയാതെ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ടു എന്നുള്ളതാണ്, വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടു എന്നുള്ളതാണ് വിവാദമായതെങ്കിൽ ഇത് തൊഴിൽ സംഘടനകൾ ആരും അറിയാതെ ഈ കരട് തയ്യാറാക്കി എന്നുള്ളതാണ്. അതിന്നല്ല, വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അക്കാര്യം മന്ത്രി തന്നെ സ്ഥിരീകരിച്ചു. പക്ഷേ സംഘടനാ നേതാക്കൾ പറയുന്നത് തങ്ങൾ ആരും ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ്. തൊഴിലാളി വിരുദ്ധമായ തൊഴിൽ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷം രാജ്യത്താകമാനം സമരം ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. ട്രേഡ് യൂണിയനുകളുടെ യോഗത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? TV പ്രസാദ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഉറപ്പായും അരുൺ, കടുത്ത പ്രതിഷേധം യോഗത്തിൽ ഉന്നയിക്കാനാണ് തൊഴിലാളി സംഘടനകളെല്ലാം ഉദ്ദേശിക്കുന്നത്. CITU, INTUC, AITUC തുടങ്ങിയ പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനകളെല്ലാം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. അരുണ് പറഞ്ഞതുപോലെ ഓൺലൈനായിട്ടാണ് വളരെ പെട്ടെന്ന് ആ യോഗം വിളിച്ചു ചേർത്തത് എന്നുള്ളതാണ്. കാരണം വലിയ വിവാദമായി ഉയർന്നു കഴിഞ്ഞു. തൊഴിലാളി സംഘടനകളുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് LDF കൺവീനറായ TP രാമകൃഷ്ണൻ, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളും CITU നേതാവുമായ എളമരം കരീം തുടങ്ങിയവരാണ്. AITUCയും രംഗത്തുണ്ട്. നേരത്തെ PMCയിൽ CPI മന്ത്രിമാർ മാത്രമാണ് വിമർശനത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇതിപ്പോൾ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ വകുപ്പിനെതിരെയും വകുപ്പ് മന്ത്രിക്കെതിരെയും നിലപാടെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഇതിലെന്തായാലും ഒരു വ്യക്തതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയുന്നത് ഇങ്ങനെ ഒരു ചർച്ച നേരത്തെ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മന്ത്രിയും അക്കാര്യം വിശദീകരിക്കാൻ ശ്രമിച്ചു. വീണ്ടും ക്ലാരിറ്റി വരുത്താൻ വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ചു. യഥാർത്ഥത്തിൽ തൊഴിലാളി സംഘടനകളെ വിളിച്ച് ഒരു ചർച്ച ചെയ്തുകൊണ്ട് ഇതിൻ്റെ കരട് വിജ്ഞാപനത്തിൻ്റെ ഭാഗമായുള്ള ഒരു ചർച്ച, അതിന് മുന്നോടിയായിട്ടുള്ള ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് തൊഴിലാളി സംഘടനകൾ എല്ലാവരും പറയുന്നത്. ഒരു പരിധി കൂടി കടന്ന് അവിടെ ഉദ്യോഗസ്ഥ രാജാണോ നടക്കുന്നത് എന്ന് പോലും പല തൊഴിലാളി സംഘടനാ നേതാക്കളും പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. CPIMന്റെ നേതാക്കൾ കൂടിയായ CITU നേതാക്കളെ, TP രാമകൃഷ്ണനെയും എളമരം കരീമിനെയും പോലെയുള്ളവരെയും എന്തുകൊണ്ട് ശിവൻകുട്ടിക്കും അതുപോലെ തന്നെ വകുപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കും മനസ്സിലാക്കിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായി ഉയരുന്ന ഒരു കാര്യം. LDF സർക്കാർ എന്ന നിലയിൽ ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് CITU അതുപോലെ തന്നെ AITUC തുടങ്ങിയ സംഘടനകളുടെ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ ആ വിമർശനം ഉയർത്തും. PM-ശ്രീ പദ്ധതിക്ക് പിന്നാലെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മന്ത്രി ശിവൻകുട്ടിയുടെ വകുപ്പ് ഒളിച്ചുകളി നടത്തുന്നു എന്ന രണ്ടാമത്തെ വിവാദത്തിലേക്ക് ചുരുക്കത്തിൽ ഈ തൊഴിൽ കോഡ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അരുൺ. താങ്ക് യു. TV പ്രസാദാണ് വിവരം നൽകിയത്.